നമ്മളിപ്പോൾ കാണുന്നതാണ് 2026 ഹുണ്ടായിൻ്റെ വെന്യൂ അൾട്ടിമേറ്റ്. ഫ്രണ്ട് സ്റ്റൈലിങ്ങിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു തിൻ സ്ട്രിപ്പായിട്ടുള്ള ആ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു മെയിൻ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ക്രോം ഗ്രില്ല് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഫ്രണ്ട് ഫാസിയ എന്ന് പറയുന്ന അവരുടെ ആ ഒരു ജോമെട്രിക്കൽ മെഷ് ഗ്രില്ല് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ നമുക്ക് പുതിയ ഡിസൈൻ അവൈലബിൾ ആണ്. കാനഡയിൽ അത് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഈ വർഷം അവസാനത്തേക്കൊക്കെ വന്നാലേ ഉള്ളൂ. അപ്പോൾ ഈ വർഷത്തേക്ക് തൽക്കാലം നമുക്ക് ഈ ഒരു മോഡലാണ് നമുക്ക് വരുന്നത്. സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്കൊരു റഗഡ് ആയിട്ടുള്ള നമുക്ക് വീൽ ആർച്ച് നമുക്ക് വരുന്നുണ്ട്. ടയർസ് വരുന്നത് നമുക്കൊരു 17 ഇഞ്ചിൻ്റെ ആണ്. നമുക്ക് അലോയ് വരുന്നത് നമുക്കൊരു അലുമിനിയം ഫിനിഷുള്ള ആ ഒരു അലോയ് വീൽസ് ആണ് നമുക്ക് വരുന്നത്. സൈഡ് മിററിൽ തന്നെ നമുക്ക് ആ ഒരു LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സൈഡ് ബോഡി നമുക്ക് കാണുമ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള ലൈൻസ് നമുക്ക് ആ ഒരു സൈഡ് പാനൽ ഫുള്ള് നമുക്ക് ആ സൈഡിൽ നമുക്ക് ആ ഒരു ഷാർപ്പായിട്ടുള്ള ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ മോഡലിലേക്ക് വരുമ്പോഴത്തേനും റൂഫ് റെയിൽസ് വരുന്നുണ്ട്. അതുപോലെ മൊത്തത്തിൽ ബോഡീൻ്റെ ആ ഒരു ഡിസൈനൊക്കെ ആണെങ്കിൽ നല്ലൊരു എന്താ പറയുക ഷാർപ്പായിട്ടുള്ള ലൈൻസ് ഉള്ള ഒരു ഡിസൈനാണ് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് LED ലൈറ്റ്സ് അല്ല നമുക്ക് വരുന്നത്, സാധാ ഹാലജൻ ലൈറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു വെന്യൂവിൻ്റെ ബാഡ്ജിങ് നമുക്ക് ആ ഒരു സ്പേസ് ഔട്ട് ആയിട്ട് അത് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ മേളിൽ നമുക്ക് ആൻറ്റിന വരുന്നുണ്ട്. ഷാർഫിൻ ആൻറ്റിന ഒന്നുമല്ല, നമുക്ക് ആ നോർമൽ ആൻറ്റിന നമുക്ക് വരുന്നുണ്ട്. അവിടുന്ന് നമുക്ക് ബൂട്ട് സ്പേസിലേക്ക് പോകാനാണെങ്കിൽ ബൂട്ട് നമുക്ക് മാനുവലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ബൂട്ടാണ് വരുന്നത്. അതിനകത്ത് കാർഗോ സ്പേസ് നമുക്ക് വരുന്നത് 528 ലീറ്റേഴ്സ് ഓഫ് കാർഗോ സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് 60-40 ആയിട്ട് നമുക്കിത് സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു 902 ലീറ്റേഴ്സ് ഓഫ് എന്താ പറയുക അതിൻ്റെ ഒരു കാർഗോ സ്പേസ് നമുക്ക് കിട്ടും. നമുക്ക് ഇതേപോലെ തന്നെ മാനുവലി നമുക്ക് ഇതേപോലെ ക്ലോസ് ചെയ്യാനും നമുക്കിത് പറ്റും. നമുക്ക് പുതിയ വെന്യൂവിൻ്റെ മോഡലുള്ളപ്പോൾ ഈ മോഡൽ എന്തിനാണ് ഇറക്കിയതെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല. 2026 നമുക്ക് ഓൾറെഡി വേറെ മോഡലുണ്ട്. എന്നിട്ട് പോലും നമുക്ക് ഈ ഒരു പഴയ മോഡൽ തന്നെയാണ് നമുക്ക് ഈ കാനഡയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് റോയിലേക്ക് നമുക്ക് കയറി നോക്കാം. നമുക്ക് ഈ ഒരു സൈഡ് ഡോർ പാഡിലായിട്ട് നമുക്ക് ചെറിയൊരു ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ മൊത്തത്തിൽ സൈഡിലൊക്കെ ആണെങ്കിലും ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. നമുക്ക് കൈ വെക്കുന്ന ആ ഒരു സ്പേസിൽ മാത്രമായിട്ട് നമുക്ക് കുറച്ചൊരു എന്താ പറയുക ലെതർ ഫിനിഷ് നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് സീറ്റ്സ് വരുന്നത് നമുക്ക് ആ സൈഡ് ബോൾസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് വരുമ്പോഴത്തേനും നമുക്ക് ലെതർ ഫിനിഷിലും അതുപോലെ നടുക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ക്ലോത്ത് ഫിനിഷിലുമാണ് നമുക്ക് ഇതിൻ്റെ സീറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. മൊത്തത്തിൽ ഇൻറ്റീരിയർ വരുമ്പോഴത്തേനും നമുക്കൊരു പ്രീമിയം ഫീലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറോ കാര്യങ്ങളൊന്നും അല്ല. ജസ്റ്റ് ഒരു ബേസിക് കാർ അതിനകത്ത് നമുക്ക് അത്യാവശ്യം ഫങ്ഷണലായിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കാർ, ആ ഒരു മോഡലിലാണ് ഹുണ്ടായി ഈ ഒരു വെന്യൂ ഇറക്കിയേക്കുന്നത്. സീറ്റ്സിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് നമുക്ക് ഇതേപോലെ ഫയൽ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടുന്ന് നമുക്കിനി ഫ്രണ്ടിൽ പോയിട്ട് ഫ്രണ്ടിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഹാൻഡിൽസ് വരുമ്പോഴത്തേനും റിക്വസ്റ്റ് ഹാൻഡ് സെൻസേഴ്സ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് അവിടുന്ന് അകത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സൈഡ് ഡോർ പാഡിലായിട്ട് ലോക്ക് അൺലോക്ക് അതുപോലെ വിൻഡോൻ്റെ റോൾ ബട്ടൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡിൽ നീറ്റ്ലി തന്നെ ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിലൊരു ചെറിയൊരു പ്ലാസ്റ്റിക് ഫീൽ നമുക്ക് എല്ലായിടത്തും നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ നമുക്ക് ഇപ്പുറത്തേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ ഒരു പഴയ നമ്മുടെ ആ ഒരു പുതിയൊരു നമ്മുടെ ഏറ്റവും പുതിയ ഹുണ്ടായിൻ്റെ സ്റ്റിയറിംഗ് വീലോ കാര്യങ്ങളൊന്നും അല്ല, പഴയ ആ ഒരു ടൈപ്പ് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് നമുക്ക് വരുന്നത്. നമുക്ക് 8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് താഴോട്ടൊക്കെ വരുമ്പോഴത്തേനും വോളിയം നോബും അതുപോലെ ഫിസിക്കൽ ബട്ടൺസൊക്കെ നമുക്ക് കാണാൻ പറ്റും. റേഡിയോ, മീഡിയ അങ്ങനത്തെ ഫിസിക്കൽ ബട്ടൺസ് നമുക്ക് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് ഹസാർഡിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. അവിടെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ACൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ആ നടുക്കായിട്ട് ഒരു ചെറിയൊരു ഡിസ്പ്ലേ നമുക്ക് ആ ഒരു ACൻ്റെ കൺട്രോൾസിന് വേണ്ടി നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗിയർ സെലക്ടേഴ്സിലേക്ക് വരുമ്പോഴത്തേനും നമുക്കൊരു ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു ഗിയർ ലിവർ വരുന്നുണ്ട്. അവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഡ്രൈവ് സെലക്ടേഴ്സ് വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഡ്രൈവ് മോഡ്സിൽ നമുക്ക് സ്പോർട്ട്, ഇക്കോ, നോർമൽ അതുപോലെ ട്രാക്ഷൻ മോഡിൽ വരുമ്പോഴത്തേനും നമുക്ക് സ്നോ, സാൻഡ്, മഡ് ഇങ്ങനെ 3 ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ സെൻറ്റർ ആം കൺസോളിലേക്കൊക്കെ വരുമ്പോഴത്തേനും അത്യാവശ്യം സ്പേസ് നമുക്ക് അവിടെയും വരുന്നുണ്ട്. ലെതർ റാപ്ഡ് ആയിട്ടുള്ള ആം കൺസോളിലാണ് നമുക്ക് വരുന്നത്. മൊത്തത്തിൽ നമുക്ക് അത്യാവശ്യം ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. അതേ സമയത്ത് ഭയങ്കരമായ പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയർ ഒന്നുമല്ല. നമുക്ക് ഗ്ലോ ബോക്സിലേക്കൊക്കെ വരുമ്പോഴത്തേനും ഡീസൻറ്റ് സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം നമ്മുടെ ബുക്കും പേപ്പറൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഡോർ പാഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ കണ്ട പോലെ ആ ഒരു ബേസിക് ലേ ഔട്ടിലുള്ള ആ ഒരു സെറ്റപ്പിലാണ് നമുക്ക് ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു വെന്യൂവിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തേക്കുന്നത്.
2026 ഈ വണ്ടി വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങണ്ടാന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് സെൽട്ടോസ് പോലുള്ള വണ്ടികളൊക്കെ അവൈലബിൾ ആയ സമയത്ത് നമുക്ക് ഇതിന് ഈവൻ ദോ നമുക്ക് ഇതിന് നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ നമുക്ക് ആ ഒരു പുതിയ സെൽട്ടോസിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു പുതിയ റീഫ്രഷ് ഫീൽ കിട്ടും. നമുക്ക് ഇതിലേക്ക് വരുമ്പോഴത്തേനും കംപ്ലീറ്റ്ലി ഒരു ഡെഡ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നത്. ഇപ്പം ഞാൻ അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഫോട്ടോ ആയിട്ട് ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ഒരു ഹുണ്ടായി വെന്യൂവിൻ്റെ വിശേഷം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.